I paid 500 rupees for this. ഇതിന് ഞാൻ 500 രൂപയെ കൊടുത്തുള്ളൂ. 500 rupees for a diamond? മറ്റേ സ്ത്രീ ചോദിക്കുകയാണ്, ഒരു വജ്രക്കല്ലിന് 500 രൂപയോ? Will you buy it? Tell me, even stupid people like you and me who don't know the value of diamonds, I know it costs more than that. നമ്മൾക്കാർക്കും, എനിക്ക് പ്രത്യേകിച്ചും ഈ വജ്രങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അത്രയും വലിയ പരിജ്ഞാനമില്ലാത്ത നമ്മളാണെങ്കിൽ ഒരു വജ്രക്കല്ല് 500 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കുമോ? പറഞ്ഞാട്ടെ, വാങ്ങിക്കുമോ? What is the difference? They look alike. രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. എങ്കിലും അത്ര കിട്ടിയാൽ വാങ്ങിക്കുമോ? One is genuine, the other is a piece of glass. ഒന്ന് യഥാർത്ഥത്തിലുള്ള വജ്രക്കല്ലാണ്, മറ്റേത് ഒരു സ്ഫടിക കഷണമാണ്. How much did you pay for the gospel you are enjoying? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന സുവിശേഷത്തിന് നിങ്ങൾ എന്തുമാത്രം വില കൊടുത്തു? നിങ്ങൾ പറയുമായിരിക്കും, അത് ദൈവം തന്നെ മഹാകരുണയിലേക്ക് സൗജന്യമായി നൽകിയതാണ്. Good, but you got very little then. നല്ല കാര്യമാണ്, പക്ഷെ ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. The best part of the Christian life you have to pay a price for. ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും മഹത്വപൂർണമായ ഭാഗങ്ങളെല്ലാം നിങ്ങൾ വില കൊടുത്ത് നേടേണ്ടതാണ്. Even the Apostle Paul, he had to forsake everything in order to get this. അപ്പോസ്തലനായ പൗലോസിനും ഇത് ലഭ്യമാകുവാൻ, അമൂല്യമായ കാര്യങ്ങൾ ലഭ്യമാകുവാൻ തനിക്കുള്ളതൊക്കെ നഷ്ടമാക്കേണ്ടി വന്നു. We have to give up especially our pride. നാം വിട്ടുകളയേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അഹന്ത, നമ്മുടെ നിഗളം. Talk about righteousness. നീതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, when Jesus spoke about righteousness in Matthew chapter 5, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു നീതിയെ കുറിച്ച് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. very interesting. രസകരമാണ് ആ ഭാഗം നാം ശ്രദ്ധിച്ചാൽ. He's talking about new covenant righteousness. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനുള്ള നീതിയെ കുറിച്ചാണ് യേശുവിടെ പറയുന്നത്. He said your righteousness must exceed the righteous, verse 20, exceed, surpass the righteousness of the scribes and Pharisees. Otherwise you can't get into God's kingdom. മത്തായി 5:20 എന്താണ് പറയുന്നത്? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിഞ്ഞേ മതിയാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തില് കടക്കാൻ കഴിയുകയില്ല. And what does that mean? അതിന്റെ അർത്ഥം എന്താണ്? Does that mean the Pharisees fasted twice a week, I must fast 4 times a week? പരീക്ഷന്മാർ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവരായിരുന്നു, അതുകൊണ്ട് ഞാന് 4 പ്രാവശ്യം ഉപവസിക്കണം എന്നുള്ളതാണോ? They prayed 3 times a day, I have to pray 6 times a day. 3 പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിച്ചിരുന്ന പരീക്ഷന്മാരെക്കാളും അവരെ കവിയുന്ന ഒരു നീതി, അതിന് ഞാൻ എന്ത് ചെയ്യണം? 6 പ്രാവശ്യം ദിവസം പ്രാർത്ഥിക്കണം. അങ്ങനെയാണോ? 10% I give 20% to God. 10% കിട്ടുന്നതിനൊക്കെ പ്രധാനം കൊടുത്തിരുന്ന പരീക്ഷന്മാരുടെ സ്ഥാനത്ത് ഞാൻ 20% കൊടുത്താൽ മതിയാകുമോ? It's not like that. അങ്ങനെയല്ല നാം മനസ്സിലാക്കേണ്ടത്. We human beings always think of quantity. മനുഷ്യരായ നമ്മുടെ ഒരു ബലഹീനതയാണ്, എന്തെങ്കിലും കവിഞ്ഞ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ അളവാണ്. We think a church is blessed by God if the number increases. ഒരു സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നാം പൊതുവെ പറയുന്നത് അംഗസംഖ്യ വർദ്ധിക്കുമ്പോഴാണ്. It's a deception. അതൊരു വലിയ ചതിവാണ്. Quality. അവിടെ വരുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ നിലവാരമാണ് ഒരു സഭയുടെ അനുഗ്രഹം. We may say there are 5,000 people in a church. 5000 പേര് കൂടി വരുന്ന സഭകളുണ്ട്. You ask God, He may say there are 2 people in that church. ദൈവത്തോട് ചോദിച്ചാൽ ശരിയായ ഒരു വിശദീകരണം ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ ദൈവം പറയും 2 പേരെ ആ സഭയിലുള്ളത്. The angels say, how 2, Lord? There are 5,000 people sitting there. ദൂതന്മാർ കർത്താവിനോട് ചോദിച്ചത് 5000 പേരുണ്ടല്ലേ ഞായറാഴ്ചത്തെ മീറ്റിംഗിൽ, പിന്നെ ഈ 2 പേരെന്ന് നീ പറയുന്നത് എന്തിനാണ്? Only 2 are disciples. കർത്താവ് പറയും 2 പേരേ ഉള്ളൂ എന്റെ ശിഷ്യന്മാർ. And then you look at another small church like Jesus Church where there are 12 people. യേശുവിന്റെ സഭയെ പോലെയുള്ള മറ്റൊരു സഭ നിങ്ങൾ നോക്കിയിട്ട് 12 പേരെ കാണുന്നുള്ളൂ. The angels ask God, how many in that church? ദൂതന്മാർ കർത്താവിനോട് ചോദിക്കുന്നു, ഈ കൊച്ചു സഭയിൽ എത്ര പേരുണ്ട് കർത്താവേ? The Lord says 11. കർത്താവ് പറയും 11 പേര് ആ സഭയിലുണ്ട്. Not 12, 11. 12 പേരില്ല കേട്ടോ, 12 പേര് കൂടുന്നെങ്കിലും 11 പേരേ ഉള്ളൂ. Even Jesus had an 8% failure rate in his church. കർത്താവായ യേശുവിന് പോലും തന്റെ സഭ പണിയുന്ന കാര്യത്തില് 8% പരാജയം നേരിടേണ്ടി വന്നു. We can't do it perfectly on this earth. ഈ ഭൂമിയിൽ വെച്ച് പരിപൂർണമായ കുറവില്ലാത്ത ഒരു നിലയിൽ അത് ചെയ്യുവാൻ നമുക്ക് ആർക്കും കഴിയില്ല. Jesus' ministry was perfect. യേശുവിന്റെ ശുശ്രൂഷ തികച്ചും കുറ്റമറ്റതായിരുന്നു. But foxes and wolves came even to his sheepfold. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിലേക്കും ചെന്നായ്ക്കള് കടന്നു വന്നു എന്നുള്ളതാണ് സത്യം. One who was a devil. പിശാചായി തീർന്ന ഒരുവൻ അവന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടു. So you ask me,
Brother Zach, are there some devils in your church? Sure. അപ്പൊ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ചിലരോട് ചോദിക്കുമായിരിക്കും, സഹോദര നീ നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷിക്കുന്ന സഭകളിലും പിശാചുക്കളുണ്ടോ? ഞാൻ പറയും അവിടെ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും. അത് പറയാൻ എനിക്കൊരു മടിയില്ല. കുറഞ്ഞ പക്ഷം 8% കാണുമെന്ന എന്റെ കാരണം ഞാൻ യേശുവിനേക്കാളും മെച്ചപ്പെട്ടവനല്ലല്ലോ. ഞാൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ അധികം വിശുദ്ധിയെ കുറിച്ചും ജയത്തെ കുറിച്ചും കർത്താവ് പഠിപ്പിച്ചു. എന്നിട്ടും 8%, 12-ൽ ഒരാൾ പിശാചായി. ഒരു സഭയെ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ വേലിക്കെട്ടുകളിൽ അതിരുകളിൽ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കരുത്, അവരെ ഓർത്ത് നിരാശപ്പെടരുത്. ഒരു സഭയെ ആ സഭയുടെ നേതൃത്വം വഹിക്കുന്ന ആത്മീയ ഉത്തരവാദിത്വം വഹിക്കുന്നവരെ നിരീക്ഷിച്ചാണ് വിലയിരുത്തേണ്ടത്. ദൈവത്തിന്റെ ദൃഷ്ടിയില് ഒരു സഭയുടെ മൂല്യം എന്ന് പറയുന്നത് അവിടെയുള്ള ജീവിതങ്ങളുടെ ആത്മീയ നേതൃത്വത്തിന്റെ മൂല്യമാണ്. നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെ നീതിയെ കവിയണം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിനേക്കാളും ഉന്നതമായ ഗുണനിലവാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ്. അവർ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അധികമായ അളവിൽ ചെയ്യുക എന്നുള്ള നിലയിൽ അല്ല നാം മനസ്സിലാക്കണം. അത്യാഗ്രഹികളായിരിക്കുന്ന പാസ്റ്റർമാരുണ്ട്. അവർ ജനത്തോട് പറയും, പഴയ നിയമത്തിലെ വിശ്വാസികൾ പോലും 10% കൊടുത്തു. നിങ്ങൾ ആ ലെവലിൽ നിന്നാൽ പോലെ 20% അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കണം. ഞാനും പറയും അതിൽ കുറച്ച് കൊടുക്കാൻ പറയുന്ന ആളല്ല ഞാൻ. പക്ഷേ നിങ്ങൾ അതിലധികം കൊടുക്കുന്നെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്, സന്തോഷത്തോടെ കൊടുക്കണം. അല്ലെ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണം. പുതിയ നിയമത്തിന്റെ ഊന്നൽ എന്താണെന്നറിയാമോ? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. Remember this principle throughout New Covenant. The emphasis in the New Covenant is not quantity but quality, and you'll understand many things in the New Testament. പുതിയ ഉടമ്പടി നമുക്ക് ദൈവം തന്നപ്പോൾ ഒരു കാര്യം നാം മറന്നു പോകരുത്. പുതിയ നിയമ ജീവിതത്തിലുടനീളം ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിന്റെ അളവല്ല, വലിപ്പമല്ല, അതിന്റെ ഗുണനിലവാരമാണ് ദൈവത്തിന് പ്രധാനം. അതുകൊണ്ട് നാം എന്താ മനസ്സിലാക്കുന്നത്? അധികം കവിയുന്ന നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി. നീതിയുടെ നിലവാരത്തിലുള്ള ഉയർച്ചയാണ്. അടുത്ത വാചകത്തിൽ കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. 21-ാം വാക്യം കൊല ചെയ്യരുത് എന്നുള്ളതായിരുന്നല്ലോ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ നിലവാരം എന്താണെന്നറിയാമോ? ഹൃദയത്തിൽ പോലും കോപം ഉണ്ടാകരുത്. നിന്റെ ഹൃദയത്തിൽ ഉണ്ടായി വരുന്ന കോപം അവിടെ നീ സൂക്ഷിച്ചാൽ അത് വായിക്കൂടെ വെളിവരും. 22-ാം വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം, 3 പടികളിലൂടെയാണ് ഈ കോപം മുന്നോട്ട് പുരോഗമിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മറന്നുപോയാൽ 3 പടി കഴിഞ്ഞാൽ 4-ാമത്തെ ചുവട് നമ്മൾ എവിടെ വെക്കുന്നതെന്ന് അറിയാമോ? നരകത്തിലാണ്. ഞാൻ സാധാരണ നമ്മൾ ഒത്തിരി പ്രത്യേക പഠനങ്ങളുണ്ടല്ലോ, 7 പ്രത്യേക വാക്യങ്ങൾ, 4 കാര്യങ്ങൾ. നരകത്തിലേക്കുള്ള 4 പടികളെന്നാണ് ഈ വാക്യത്തിന് തലക്കെട്ട് കൊടുക്കുന്നത്. നരകത്തിലേക്കുള്ള 4 പടികൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയണമോ? ഒന്നാമത്തേത്, നിങ്ങളുടെ ഹൃദയത്തിൽ കോപിക്കുക, വെളിയൊന്നും പറയില്ല. ഒന്നാമത്തെ പടി. നിങ്ങൾ കുറ്റക്കാരനാണ്, പക്ഷെ നരകത്തിൽ എത്തിയിട്ടില്ല, അകത്തെ കോപമുള്ളൂ. And then you can't contain it within your heart and you go and express it to that person. എത്ര പരിശ്രമിച്ചിട്ടും അത് ഉള്ളിൽ ഒതുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ പരാജയപ്പെട്ട് പോയി നിങ്ങളുടെ സഹോദരനോട് ആ കോപം വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നു. നരകത്തിൽ എത്തിയിട്ടില്ല കേട്ടോ, 2ാമത്തെ പടിയാണ്, പക്ഷെ നരകത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ തിരിച്ചങ്ങ് പോയി സഹോദരനോട് കോപ വാക്കുകൾ പറഞ്ഞിട്ട് അരമണിക്കൂർ വീട്ടിൽ പോയി ഒന്നിരുന്നു, ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കോപം പിന്നെയും തിളക്കിയാണ്. നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അറിയാമോ? അവർ കൊടുക്കേണ്ട പോലെ ഞാൻ കൊടുത്തില്ല, പറഞ്ഞതിന്റെ ഗൗരവം കുറഞ്ഞുപോയി.
Do some of you husbands and wives understand what I'm saying? ഇവിടെ ഇരിക്കുന്ന ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് ഞാൻ ഈ പറയുന്നത് വേഗം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. You said something and then you went and sat back, but you felt you hadn't told enough. നിങ്ങൾ ചിലതൊക്കെ പറഞ്ഞു, ഭാര്യയോടോ ഭർത്താവിനോടോ തിരിച്ചുപോയി ഒന്ന് അല്പനേരം ഇരുന്നു. പക്ഷെ നിങ്ങൾക്ക് അന്നേരം ഉള്ള ഒരു ഭയങ്കര ഗുണത്തല് പറഞ്ഞത് പോരാ, ശരിയായിട്ടില്ല, അവർ കേട്ടിട്ടില്ല. അവർ കേട്ടിട്ടില്ല, അവർ പാഠം പഠിച്ചിട്ടില്ല, ഇത് പോരാ. Then boils like pressure cooker without the safety valve being released. പ്രഷർ കുക്കർ ഉപയോഗിക്കുന്ന സഹോദരിമാർക്കും ഒക്കെ അറിയാമല്ലോ, അതിന്റെ പ്രഷർ വാൽവ് റിലീസ് ചെയ്യാതിരിക്കുമ്പോൾ അകത്ത് ഇങ്ങനെ തിളച്ച ആവി ഇങ്ങനെ ശക്തിപ്പെടുകയാണ്. Sometimes these safety valves get stuck. ചില സമയത്ത് സേഫ്റ്റി വാൽവുകളുടെ പ്രവർത്തനരഹിതമായി പോകുന്നു, അപകടമാണത്. Then you see all over the roof of the kitchen, all the food and all that stuff. നിങ്ങൾ ചിലരുടെയെങ്കിലും അല്ല മിക്കവരുടെയും അടുക്കളയുടെ മേൽക്കൂരയില് നല്ല ഡിസൈൻ ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. പ്രഷർ കുക്കറിന്റെ പ്രശ്നമാണ്. So this happens to this person. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇതുപോലെ ഒരു പൊട്ടിത്തെറി നടക്കും. Explodes. അവൻ ചെന്നിട്ട് പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ ശക്തിയായിട്ട് അടുത്ത പൊട്ടിത്തെറിയാണ്. The next step is hell, that's all. There's no other step. മൂന്നാമത്തെ ചുവട് കഴിഞ്ഞ് പിന്നെ നാലാമത്തെ ചുവട് വെച്ചാൽ എവിടെ ആയിരിക്കും? അത് അഗാധ രൂപത്തിലേക്കായിരിക്കും. Have you ever heard any preacher tell you this? ഏതെങ്കിലും ഒരു പ്രസംഗത്തിന് ബൈബിൾ ടീച്ചർ ഇത് പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Do I have a different Bible than other preachers have? മറ്റു പ്രസംഗങ്ങൾ കൊണ്ടുനടക്കുന്ന വ്യത്യാസമുള്ള ഒരു ബൈബിളാണോ എന്റെ കയ്യിൽ? നിങ്ങൾക്ക് സമയം കിട്ടിയാൽ വന്ന് പരിശോധിക്കാം. They only preach you from Malachi 3:10, "Cursed are you if you don't pay your tithes." അവരുടെ ബൈബിളിൽ എന്റെ ബൈബിളിലുള്ള ഒരു വാക്യമുണ്ട്, പക്ഷെ അവർ അതേ പ്രസംഗിക്കുള്ളൂ. മലാക്കി പ്രവചനം 3:10 കർത്താവിന് കൊടുക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. Give your money to the Lord before you give it to the doctor in the hospital. കർത്താവിന്റെ ഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നുകൊള്ളുക. കർത്താവിനെ കൊടുത്തില്ലെങ്കിൽ സ്വോത്രാഴ്ചക്ക് പൈസ ആയിട്ടില്ലെങ്കിൽ ആശുപത്രി കൊടുക്കേണ്ടി വരും. ആളുകൾ പേടിച്ച് ആശാന് കൊടുക്കാത്ത വൈദ്യന് കൊടുക്കണമല്ലോ, കൊണ്ട് കൊടുത്തേക്കാം ആശാന്. നിങ്ങൾ അത്രയും വരെ എത്തിയിട്ടുണ്ടോ? ഒരു വഴി നിങ്ങൾക്ക് രക്ഷയ്ക്കായിട്ടുണ്ട്. That's the good news of the gospel. സുവിശേഷത്തിന്റെ സദ്വർത്തമാനം അതാണ്. You don't have to take that fourth step to help. നരകത്തിലേക്ക് നാലാമത്തെ ചുവട് നിങ്ങൾക്ക് വെക്കേണ്ട ആവശ്യമില്ല. What should you do? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? This is the difficult part. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം അതാണ്. പക്ഷേ നമുക്ക് ആവശ്യമുണ്ടല്ലോ. 24-ാം വാക്യം, Go to your brother. നിന്റെ സഹോദരന്റെ അടുക്കലല്ല, നിന്റെ അയൽക്കാരന്റെ അടുക്കലേക്ക് ചെല്ലുക. Go to your husband. നിന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുക. Go to your wife. നിന്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലുക. Go to that servant in your home whom you yell at. നീ ഒച്ചയിട്ട് അട്ടഹസിച്ച നിന്റെ ആ വീട്ടിലെ വേലക്കാരിയുടെ അടുക്കലേക്ക് പോവുക. Apologize. ആ വ്യക്തിയോട് ക്ഷമാപണം നടത്തുക. I'm sorry. For speaking to your life. ഹൃദയനോക്കത്തോട് സങ്കടത്തോട് പറയുക, എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. You think people do that? അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ടോ? 1 in 1,000 believers. 1000-ൽ ഒരാള് ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവും. So 1 in 1,000 believers get victory. അതുകൊണ്ടാണ് 1000-ൽ ഒരാൾക്കാണ് ശരാശരി പാപത്തിന്റെ മേലെ ജയം കിട്ടുന്നത്. What did the other 999 say? ബാക്കി 999 പേരുടെയും ന്യായീകരണം എന്താണെന്ന് അറിയാമോ? Me go and apologize to that servant. What are you talking, man? വീട്ടിൽ വേലക്കാരിക്കുന്ന വേലക്കാരിയോട് ഞാൻ പോയി ക്ഷമാപണം നടത്താം. എന്തൊക്കെ പറയുന്നത്? You know my salary I get? എനിക്ക് കിട്ടുന്ന ശമ്പളം എന്താണെന്ന് അറിയാമോ? Brother, a lot of people get more salary than you will go to hell. Don't forget that. അങ്ങനെ ന്യായം പറയുന്ന പ്രിയ സഹോദര, നിന്നെക്കാളും വളരെയധികം ശമ്പളം കിട്ടുന്ന പലരും നരകത്തിലേക്കാണ് പോകുന്നത്. അത് നീ മറന്നു പോകരുത്. I have given a foolproof prescription to anybody to get victory over anger in 6 months. 6 മാസത്തിനുള്ളിൽ കോപത്തിന്റെ മീതെ ജയം കിട്ടാനായിട്ടുള്ള